അടുത്ത ശബ്ദത്തിലേക്ക് പോവാം. ശബ്ദം. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതാ ഞാൻ പറഞ്ഞത്, സൊസൈറ്റി ഏറ്റവും വലിയ അതിന് മാത്രമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇല്ല. ഇത് മൊത്തം ഒരു കോളനിവൽക്കരണത്തിന്റെ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഡെവലപ്മെന്റ് പോളിസീസിന്റെ ഒക്കെ ഭാഗമായിട്ട് വരുന്നത്. ആഗോള ഗ്ലോബലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ലിബറലൈസേഷൻ, ആ ഒരു പോളിസി വന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങൾ വ്യാപകമായത്. അതോടൊപ്പം തന്നെയാണ് അഴിമതിയും വരുന്നത്. സോ ഓഡിയോ 4 പേരുടെയും തെറ്റായിരുന്നു. 10 മാർക്കിന്റെ ഊഴം തീർന്നിരിക്കുകയാണ്. ഇനി കോളങ്ങളിലേക്ക് ശ്രദ്ധിക്കാം. കാഴ്ചയിലേക്ക് പോവാം. വാച്യം. നമ്പർ 2 മാറുന്നു. സോ 2 പേരുടെ ഉത്തരങ്ങളാണ് കൃത്യമായിട്ടുള്ളത്. കനോപ്പസ് ആൻഡ് ലിയോ. സോ യു ഗോട്ട് 8 മാർക്സ്, റൈറ്റ്? ഓൾറൈറ്റ്, കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് യുവർ ആൻസേഴ്സ് ആർ റോങ് നൗ. ഓൾറൈറ്റ്, സോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊഴമാണ് വീണ്ടും വരുന്നത്. മറ്റൊരു കോളം കൂടി മാറ്റി കാണിക്കുന്നു. നമ്പർ 4. ഒരു കോളം മാറ്റിയപ്പോൾ ഇവർക്ക് അറിയാവുന്ന ഉത്തരം 2 കോളം മാറ്റിയിട്ടും നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മോശമാണ്. കാരണം ഇവരൊക്കെ മലയാള മണ്ണിന് ഒരുപാട് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. നോ ചാൻസ്, നോ ചാൻസ്, നോ ചാൻസ്. സോ 5 മാർക്കിൻ്റെ ഊഴം പോലും തീർന്നിരിക്കുന്നു. ഇനിയുള്ളത് 1 മാർക്കിൻ്റെ ഊഴമാണ്. നമ്പർ 6. ഒരു കോളം മാറ്റിയപ്പോൾ ഇവർക്ക് മനസ്സിലായതാണ് നിങ്ങൾ 3 കോളം മാറ്റിയിട്ട് മനസ്സിലാവാതിരിക്കുന്നത്. സോ എല്ലാ കോളങ്ങളും മാറ്റാം. അജിത, ഇവരൊക്കെ മലയാള മണ്ണിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ന് പോലും ഞാൻ പറഞ്ഞു. അതായത് ജീവിച്ചിരിക്കുന്ന ഒരാളാണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ പോലും പറഞ്ഞത്. എന്നിട്ട് പോലും മനസ്സിലായില്ല. ഇപ്പോൾ മാർക്ക് കിട്ടിയിട്ടുള്ളത് കനോപ്പസ് ആൻഡ് ലിയോ. യു ഗോട്ട് 8 മാർക്സ് ആൻഡ് യു ഗോട്ട് 8 മാർക്സ് ആൻഡ് യു ആർ നിൽ, യു ആർ നിൽ. ഓൾറൈറ്റ്, ഓക്കെ. സോ അടുത്ത ഓഡിയോ നമുക്ക് കേൾക്കാം. ഒന്നും പോകുന്ന ഒരാളായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ആ ഒരു കുട്ടിക്കാലത്ത് ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരുവോണം ദിവസം സാധാരണ ഒരു നല്ല സദ്യ ഉണ്ട്. അതിനു മുൻപേ നമ്മുടെ പ്രദേശത്ത് പാടവും ഇതൊക്കെയുള്ളൊരു കാലമായിരുന്നു അന്ന്. ഓഡിയോ 4 പേർക്കും ഒന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ആരുടെ ശബ്ദമാണെന്നുള്ളത്. സോ ലെറ്റ് us come to വീഡിയോ. സോ 9 കോളങ്ങൾ. നമ്പർ 6. Any chance? സോ കോളം അടുത്തത് 5 മാർക്കിലേക്കാണ് നമ്മൾ കുതിക്കുന്നത്. നമ്പർ 2. ഇത് കണ്ടാലെങ്കിലും മനസ്സിലാവണം നിങ്ങൾക്ക്. ആർക്കും ഉത്തരം കറക്റ്റ് അല്ല. നമ്മൾ നമ്പർ 4 മാറ്റുന്നു. നമ്പർ 4 1 മാർക്കിനുള്ളതാണ്. 1 മാർക്കിനുള്ള ഊഴമാണ്. ആളെയും നിങ്ങൾക്കറിയാമെന്ന് വിചാരിക്കുന്നു, പക്ഷെ നാവിൽ പേര് വരുന്നില്ല. അതാണ് പ്രശ്നം. നമുക്ക് കോളം മുഴുവൻ മാറ്റാം. ഇതാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറയുന്ന തായമ്പകയുടെ കുലപതി, ചെണ്ടമേളത്തിൻ്റെ കുലപതി. ഭാരതം പത്മശ്രീ പോലും നൽകി ആദരിച്ച ഒരു മഹാനായ വ്യക്തിയെ, ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയെ നിങ്ങൾ തിരിച്ചറിയില്ല എന്ന് പറയുന്നത് ദുഃഖമാണ്. സോ 5ാമത്തെ വ്യക്തിയുടെ ശബ്ദം നമുക്ക് കേൾക്കാം. എങ്ങനെയോ അങ്ങനെ ഒരു തോന്നല്. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഭയങ്കരമായ ദേഷ്യമാണ്. അപ്പോൾ എനിക്ക് തന്നെ തോന്നി, ഇങ്ങനെ ഞാൻ ഈ രീതിയിൽ ഒരു പെരുമാറിയാൽ അത് വലിയൊരു ഹിംസയായിരിക്കും എന്നൊക്കെ പിന്നീട് തോന്നിയതാണ്. ഏതായാലും അത് എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഒരു പ്രേരണയുണ്ടായിരുന്നു. ഞാനൊരു ക്ലൂ കൂടി തരാം, കുറച്ചുകൂടി അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ കേട്ട ശബ്ദം ഈ ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കാത്ത, അതേസമയം മലയാളത്തിൻ്റെ മണ്ണിൽ നിന്നും ഒരുപാട് പ്രശസ്തിയിലേക്ക് ഉയർന്ന ഒരു വ്യക്തിയാണ്.
ശബ്ദം 3 പേരും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. 3 പേർ തിരിച്ചറിഞ്ഞു. 10 മാർക്ക് 3 പേർക്ക്. ജെമിനിക്ക്, ലൈറയ്ക്ക്, ലിയോയ്ക്ക് കിട്ടിയിരിക്കുന്നു 10 മാർക്ക്. അപ്പോൾ ചോദ്യത്തിന് അല്ല പ്രശ്നം, ചോദ്യം കുഴക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. ശബ്ദം പോലും തിരിച്ചറിഞ്ഞു. ഇനി വിഷ്വൽ കാണുന്ന സമയത്ത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നഷ്ടപ്പെടുന്നത് വെറും 2 മാർക്ക് മാത്രമാണ്. സോ കനോപ്പസ്, ലിസൺ ഹിയർ ടു ദി സ്ക്രീൻ. ഹിയർ ഇസ് ഇറ്റ് 9 കോളംസ്. നമ്പർ 6 മാറ്റുന്നു, ശ്രദ്ധിക്കുക. പെർഫെക്റ്റ് ആൻസർ, വെരി ഗുഡ്. എല്ലാ കോളങ്ങളും നമുക്ക് മാറ്റാം. സുകുമാർ അഴീക്കോട്, വെരി ഗുഡ്, കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ മാജിക് കാണണ്ടേ നിങ്ങൾക്ക്? മാജിക് കാണിക്കാം, എല്ലാം കാണിക്കാം. നമുക്ക് ഒരുപാട് കഥകൾ പറയാം, മാജിക്കുകൾ കാണിക്കാം, എല്ലാം ചെയ്യാം. ഓക്കെ, പക്ഷേ അതിനു മുമ്പ് എ ലിറ്റിൽ ബ്രേക്ക്. Once again, welcome back. Baby with a little scholar in support with Malarwadi. ഇനി ചോദ്യങ്ങളില്ല, ഉത്തരങ്ങളില്ല. ഒരു മാജിക് കൂടി കാണിക്കണം. ഇവിടെ 1 ഗ്ലാസ് പാല്, അല്ലെങ്കിൽ 1/2 ഗ്ലാസ് പാല്, 1/2 ഗ്ലാസ് വെള്ളം. പാലും വെള്ളവും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഈ കുപ്പിയെടുത്തു. കുപ്പിയെടുത്തതിന് ശേഷം ഇനിയാണ് ഞാൻ പാലും വെള്ളവും ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. സോ ഒരു ചോർപ്പ് വെച്ചു, ഇതിനകത്തേക്ക് അല്പം പാൽ ഒഴിക്കുന്നു, അല്പം വെള്ളം ഒഴിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ അമ്മമാര് പാലും വെള്ളവും മിക്സ് ചെയ്യുന്നത്, അല്ലേ? പാല്, വെള്ളം, പാല്, അതിനുശേഷം വെള്ളം. ഈ ബോട്ടിലിനകത്ത് പാലും വെള്ളവും മനോഹരമായിട്ട് മിക്സ് ചെയ്ത് ഭദ്രമായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാജിക്കിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, ആദ്യം ഞാൻ ഈ ഗ്ലാസ്സിനെ, പാലിൻ്റെ ഗ്ലാസ്സിനെ ഞാൻ ഈ ബോട്ടിൽ കൊണ്ട് ഇവിടെ അടച്ചു വെച്ചു. വെള്ളത്തിൻ്റെ ഗ്ലാസ്സിനെ, കാലി ഗ്ലാസ്സിനെ ഇവിടെ അടച്ചു വെച്ചു. ഇനിയാണ് നമ്മുടെ മാജിക് നടക്കുന്നത്. ഈ റോപ്പ് ഇതൊരു സാധാരണ കയറാണ്, പക്ഷേ ഈ കയറിലൂടെ പാലിനെയും വെള്ളത്തിനെയും പുറത്തു കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഇതിനങ്ങനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് ഇങ്ങനെ വെക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമതായി ഈ കയറുകൊണ്ട് ഇവിടെ ചുറ്റി. ഇനി മാജിക് സംഭവിക്കുന്നു. വാച്ച്. സോ വാച്ച് ഹിയർ. പാലും വെള്ളവും കുപ്പിക്കകത്തുനിന്ന് പോയി കഴിഞ്ഞു. ആൻഡ് ഹിയർ ഈസ് വാട്ടർ ആൻഡ് ഹിയർ ഈസ് മിൽക്ക്. ദാറ്റ്സ് ഇറ്റ്. സോ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ പാലും വെള്ളവും വേർതിരിക്കുന്നത് പോലെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് ശരിയും തെറ്റും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മാജിക് കണ്ടു, അല്ലേ? ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത്രയും ദിവസം ഞാൻ നിങ്ങളോട് മുഴുവൻ പറഞ്ഞത് എപ്പോഴും പഠിക്കണം എന്നുള്ളതായിരുന്നു, അല്ലേ? ഒരുപാട് പഠിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എപ്പോഴും പഠിക്കണം എന്നുള്ളതല്ല. ക്ലാസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുക. ശ്രദ്ധ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. എപ്പോഴും പഠിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പുസ്തക പുഴുക്കളായി മാറും. അതിനകത്ത് ജീവിതം നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കില്ല. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അല്ലേ? ആ ജീവിതം സുന്ദരമായി സുരഭിലമായി കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും നന്മയുള്ള എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ വ്യാപൃതരാവണം. ഞാനിത് പറയുമ്പോൾ ഓർക്കുന്നത് ബുദ്ധൻ്റെ ഒരു മനോഹരമായ കഥയുണ്ട്. ശ്രോണൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ശ്രവസ്തി എന്ന് പറയുന്ന ഒരു രാജ്യത്തെ രാജാവായിരുന്നു ശ്രോണൻ. ആ ശ്രോണൻ ആഘോഷങ്ങളുടെ രാജാവായിരുന്നു. അതായത് കംപ്ലീറ്റ് പൂന്തോട്ടങ്ങൾ, നർത്തകികൾ, നന്നായിട്ട് തമ്പുരു വായിക്കുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരത്തിൽ ഗാനമേള സംഘങ്ങൾ, ഇങ്ങനെ ജീവിതം മുഴുവൻ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു ശ്രോണൻ. ഒരിക്കൽ ബുദ്ധൻ അവിടെ വന്ന സമയത്ത് ഒരു പ്രസംഗം കേട്ടു. ബുദ്ധൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞുകൂടാ, ബുദ്ധൻ്റെ മനോഹരമായ വാക്കുകൾ. ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ശ്രോണൻ ആകെ മാറിപ്പോയി. ശ്രോണൻ എല്ലാം വിട്ടു. പൂന്തോട്ടങ്ങൾ കരിഞ്ഞുപോയി, അവിടുത്തെ ഗാനമേള സംഘങ്ങൾ പിരിഞ്ഞുപോയി, നൃത്തം അവസാനിച്ചു, എല്ലാം ഒഴിവാക്കി. ശ്രോണന് തോന്നി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്ന് തോന്നി. ശ്രോണൻ എന്ത് ചെയ്തെന്നറിയാമോ? ഭക്ഷണം പോലും കഴിക്കാതെ ജീവിച്ചു. ആണി തറച്ച മെത്തമേൽ ശ്രോണൻ കിടന്നു. കാലം കഴിഞ്ഞു, ശ്രോണനാകെ മെലിഞ്ഞു, താടിയും മുടിയും വളർന്നു. ശ്രോണൻ്റെ മുറിവിൽ നിന്നും വ്രണം ആയി അത് പൊട്ടിയൊലിക്കാൻ തുടങ്ങി. കുറേ കാലം കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ഒരിക്കൽ കൂടി വന്നു. ശ്രോണൻ വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ശ്രോണൻ്റെ കൈപ്പത്തി ബുദ്ധൻ്റെ കൈപ്പത്തിയിൽ എടുത്തു വെച്ചതിന് ശേഷം ബുദ്ധൻ ചോദിച്ചു, ശ്രോണ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ മനോഹരമായി തമ്പുരു വായിക്കും എന്ന് കേട്ടിട്ടുണ്ട്. തമ്പുരുവിൻ്റെ തന്ത്രികൾ കൂടുതൽ മുറുക്കിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും?
ശ്രോണൻ പറഞ്ഞു തമ്പുരുവിൻ്റെ തന്ത്രികൾ പൊട്ടിപ്പോവുകയുള്ളൂ. അത് അയഞ്ഞു കിടന്നാലോ അപ്പോഴും മനോഹരമായ സംഗീതം മീട്ടാൻ സാധിക്കുകയില്ല. ഒറ്റ ചോദ്യം, എപ്പോഴാണ് മനോഹരമായ സംഗീതം മീട്ടാൻ സാധിക്കുന്നത്? ശ്രോണൻ പറഞ്ഞു അത് മധ്യസ്ഥായിൽ നിൽക്കുമ്പോഴാണ് മനോഹരമായ സംഗീതം മീട്ടാൻ സാധിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നത് അതുമാത്രമാണ്. ഒരുപാട് എല്ലാ കാര്യങ്ങളിലേക്കും ആഴ്ന്നിറങ്ങാതിരിക്കുക. എല്ലാം ആവശ്യത്തിന് വളരെ അളവോടുകൂടി എല്ലാ നന്മയിലും എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുക്കുക. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് തൽക്കാലം നമുക്ക് വിട പറയാം. എല്ലാവർക്കും ഇന്നത്തേക്ക് ഗുഡ് ബൈ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഇന്ത്യക്കാരൻ ആരാണ്? നിങ്ങളുടെ ഉത്തരം 24 മണിക്കൂറിനകം SMS ആയോ ഇമെയിലായോ അയക്കാം. ഉത്തരത്തിനൊപ്പം നിങ്ങളുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറും ചേർക്കുക. ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവരെ ആകർഷകമായ സമ്മാനങ്ങൾ കാത്തിരിക്കുന്നു. SMS അയക്കേണ്ട നമ്പർ 8943347403. ഇമെയിൽ ID lsq@mediaonetv.in.